സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച് എഴുതിയത് കേട്ടോ, വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭ്രാന്താണ്. മൂപ്പരിവിടെ വന്ന് പറഞ്ഞു, ഹുസൈൻ സലഫി സമസ്തന്റെ ആലിമീങ്ങളെയൊക്കെ കാളാന്ന് വിളിച്ചു, സമസ്തന്റെ ആലിമീങ്ങളെയൊക്കെ മൂരീന്ന് വിളിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ പറയണം, നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ നിന്നാ വായിക്കുന്നത്, വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭ്രാന്താണ്. ഊളംപാറയിലും കുതിരവട്ടത്തും പോയി ചികിത്സിച്ചാലും മാറാത്ത മുഴുവട്ട്, വായിൽ വന്നത് വിളിച്ചു കൂവുകയും മനസ്സിൽ തോന്നിയത് എഴുതി വിടുകയും ചെയ്യുന്ന സാക്ഷാൽ മൂച്ചിപ്പിരാന്ത്. സമസ്താലയം എന്ന ബോർഡ് മാറ്റി ഭ്രാന്താലയം എന്ന ബോർഡ് വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി കേട്ടോ, മുക്കം മൂരിക്ക് പണ്ട് ഭ്രാന്തിളകിയത് വിഘടിത ചിന്തയിലൂടെ നാം വായിച്ചു. മൂപ്പരുടെ അസുഖം ഗർഭം അലസിയതോടെ ഏറെക്കുറെ ശമിച്ചെങ്കിലും വിഘടിത ഭ്രാന്താലയത്തിൽ മാനസിക രോഗമുള്ളവർക്ക് യാതൊരു പഞ്ചവുമില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ്. പിന്നെ പറയാണ്, തല നരച്ച വയസ്സൻ മൂരികൾ നടത്തുന്ന വാറോലകൾ ഒരാവർത്തി മറിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ ആരെക്കുറിച്ചാ പറയുന്നത്? കേൾക്കുമ്പോ വിഷമല്ലേ? എന്നിട്ട് നിങ്ങളാണോ ഇവിടെ വന്നിട്ട് ശംസുൽ ഉലമാ ദർജയേറ്റി കൊടുക്കട്ടെ എന്ന് പറയുന്നത്, കണ്ണിയത്ത് ദർജയേറ്റി കൊടുക്കട്ടെ എന്ന് പറയുന്നത്? ഇതൊക്കെ ആരെ സോപ്പിടാനാണ്? നിങ്ങളുടെ തനിനിറം, നിങ്ങളുടെ ആ മുഖം മൂടി ഇവിടെ വലിച്ചു കീറപ്പെടുന്നു കേട്ടോ. ഇനിയും കേട്ടോ, ശൈഖുന കാന്തപുരത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എതിരാളികളടക്കം ഞെട്ടിപ്പോയി. നിങ്ങളുടെ വേറൊരു മാസികയില് കാരണം ആക്ഷേപ കൂരമ്പുകൾ ശൈഖുനാക്ക് നേരെയും സംഘടനക്ക് നേരെ എഴുതി വിട്ടിട്ടും ആ ഡാഷുകൾ കുരച്ചതിന് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നാണ് പലരും നനച്ചിരുന്നത്. കേട്ടില്ലപ്പോ നിങ്ങൾ? ഇതൊക്കെ ഇപ്പൊ നല്ല സാലിഹായ കാര്യങ്ങളല്ലേ, നല്ല ബഹുമാനത്തോടുകൂടി പറഞ്ഞതല്ലേ? ഇനി മൂപ്പര് വലിയ ആരോപണമായിട്ട് കട്ടുപ്പാറ പോയിട്ട് പറഞ്ഞു, കാന്തപുരത്തെ പോലെ ഒരു വലിയൊരു മഹാനായൊരു പണ്ഡിതണ്ടോ? അങ്ങനത്തെ കാന്തപുരത്തെയാണ് ചീത്ത പറഞ്ഞത് നിങ്ങളുടെ നാട്ടുകാരൻ മൗലവീൻ. ഞാൻ പറഞ്ഞു, ഞാനാണോ പറഞ്ഞത്? നിങ്ങളിവിടെ പറയുന്ന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരില്ലേ, ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെന്ന് നിങ്ങൾ ഇടക്കിടക്ക് പറഞ്ഞിട്ട് ദർജയേറ്റി കൊടുക്കട്ടെ എന്നിങ്ങനെ ഇടക്കിടക്ക് പറയാറില്ലേ? ആ ശംസുൽ ഉലമ തന്നെ നിങ്ങളുടെ കാന്തപുരത്തെ ഒന്ന് വിശദീകരിക്കുന്നത്, ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൻ്റെ മുമ്പ് ഇതൊരു പഴയ CD-യാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ഓരോ ഭാഗവും പറയുന്നതിൻ്റെ മുമ്പേ ഞാനൊന്ന് വിവരിച്ചു തരും. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കേട്ടാലേ നിങ്ങൾക്കത് തിരിയുകയുള്ളൂ. ആദ്യം ഇ.കെ. പറയുന്നത്, ശംസുൽ ഉലമ ഇ.കെ. പറയുന്നത് എന്താ പറയുന്നതെന്നറിയാമോ? ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ പ്രസംഗത്തിൽ ഹസൻ സഖാഫി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ അംഗീകരിക്കാത്തയാളാണ്, കാന്തപുരം പുറത്താക്കിയ സഖാഫിയാണ്, ആ രൂപത്തിൽ കള്ളത്തരം ചെയ്ത ആളാണ്, അതൊക്കെ വളരെ അങ്ങാടിപ്പാട്ടായ യാഥാർത്ഥ്യമാണ്, അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ നിങ്ങൾ ദർജ ഏറ്റി കൊടുക്കട്ടെ എന്നിവിടെ വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ആ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. നിങ്ങൾക്ക് സാധിക്കുമോ നിഷേധിക്കാൻ? നിങ്ങൾക്ക് സാധിക്കുമോ തള്ളിക്കളയാൻ? സാധിക്കുമെങ്കിൽ അതൊന്ന് കാണട്ടെ, കേൾക്കട്ടെ. എന്താ ആദ്യം മൂപ്പര് പറയുന്നത് അറിയാമോ? ഞാൻ ആദ്യം പറയാം. ആദ്യം പറയുന്നത്, കളവ് പറയുന്നതിന് ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം കഴുതകളല്ല, ചിലർ കഴുതകളായിട്ടുണ്ടാകും, അത് ഇവന്റെ കൂടെ ഉണ്ടാവും ചെയ്യും. ആരുടെ കൂടെ? കാന്തപുരത്തിന്റെ കൂടെ. കേട്ടോളി. കളവ് പറയുന്ന ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്, ചിലര് കഴുതയാവും, അത് എന്റെ കൂടെ ഉണ്ടാവും. കണ്ടോ? ചിലര് കഴുതകൾ ഉണ്ടാവും, അതൊക്കെ ഇവരെ കൂട്ടത്തിലും ഉണ്ടാവും, ഇയാളെ കൂടെ ഉണ്ടാവും. ഇനി അടുത്തത്, ഇവനും ഒരു തങ്ങി എന്നാ പറയുന്നത്, ഇവനും ഒരു തങ്ങയും. ഏതായി തങ്ങ, ഏതായി ഇവൻ? നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുന്ന ഭാഗമാണ് അടുത്ത്. കണ്ടോ? ഒരു ഇവനും ഒരു തങ്ങയും, വേറെ ഒന്നും ആളും. ഏതാ തങ്ങ നിങ്ങൾക്കറിയാലോ, ഏതാണ് ഇവൻ ഔ അറിയുന്നത്? ഞാൻ പറയുന്നുണ്ടോ? ഏതാ ഇവൻ, ഏതാ തങ്ങ? ഉള്ളാളത്തങ്ങളെ പറ്റിയാ പറയണേ, ഉള്ളാളത്തങ്ങ. അതേമാതിരി കാന്തപുരത്തെ സംബന്ധിച്ചും വേറെ ആൾക്കാരെ സംബന്ധിച്ചും. ഇനിയും കേട്ടോ, അടുത്ത എന്താ പറയണെന്നറിയോ? എറണാകുളത്ത് സുന്നി സമ്മേളനം നടന്നു അത്രേ. ഏത് സമ്മേളനം? സുന്നി. ഏത് സുന്നി? എന്നിട്ട് മൂപ്പര് പറയണ്, ചിരിച്ചിട്ട് പറയണ്, ആ സുന്നികള്, നിങ്ങളാരെങ്കിലും ആ സമ്മേളനത്തിൽ പോയിട്ട് അവർ തുണിയൊന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ സുന്നത്ത് കഴിക്കാത്ത സുന്നികളാണ്.
ഞങ്ങൾ പറയണല്ല, സുന്നത്ത് കഴിക്കാത്ത മുറിച്ചിട്ടില്ലാത്ത സുന്നികളെ സമ്മേളനം നടന്നത് എന്ന് നിങ്ങളുടെ സമ്മേളനത്തെ പറ്റി ആരാ പറഞ്ഞത്? EK അബൂബക്കർ മുസ്ലിയാർ. കേട്ടോളൂ. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നിയാന്ന് പറയുന്നത്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. പിന്നെ ആവർത്തിക്കാണ്, തിരിഞ്ഞില്ലെങ്കിലും ഒന്നും കൂടി ബയാൻ ചെയ്യാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. നമ്മളൊരു തഫ്സീറും നൽകുന്നില്ല. അടുത്ത വാചകം എന്താ പറയുന്നത് അറിയോ? സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം ആഹ്വാനം ചെയ്തു. എന്നിട്ടോ എനിക്ക് MP ആവണം. അതിന് മൂപ്പർ എന്ത് ചെയ്തു? ഒരു കയ്യിൽ സ്വർഗം, മറ്റേ കയ്യിൽ നരകവും, തലയിൽ ഔദുൽ കൗസറും. എന്നിട്ട് മൂപ്പരിങ്ങനെ നടന്നു എന്നാണ് മണ്ഡലത്തിൽ കൂടിയൊക്കെ. എന്നിട്ട് പറഞ്ഞു ആളുകളോട്, സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണം, ലീഗിനെ തറ പറ്റിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കൂട്ട് നിന്നാൽ നിങ്ങൾക്ക് വലത്തെ കയ്യിലെ സ്വർഗം, തറ പറ്റിക്കാൻ നിങ്ങൾ കൂട്ട് നിൽക്കുന്നില്ലേ നിങ്ങൾക്ക് ഇടത്തെ കയ്യിലെ നരകം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളാരും വോട്ട് ചെയ്യരുത് ലീഗിന്, എന്നാലോ വോട്ട് ചെയ്താലോ ഔദുൽ കൗസറിന്റെ തലയിലാണ് ഞാൻ നിങ്ങൾക്കത് തരൂല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന രംഗം. എന്നിട്ട് പോയി എന്തൊരു സാധനാത് എന്ന് മൂപ്പര് പറയണം. പാർലമെന്റ് ഇലക്ഷൻ വന്നു. അപ്പൊ മൂപ്പർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെപ്പം തോൽപ്പിക്കണം, എന്നിട്ട് വരുന്ന ഇലക്ഷനിൽ എനിക്ക് MP ആവണം. അത് എന്ത് ചെയ്തു വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ അത് മലപ്പുറം ജില്ലയിലും അത് പൊന്നാനിയിലും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസിന്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ അത് സാധിക്കൂല. ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ ഔദുൽ കൗസറും. എന്നിട്ട് നാട് മുഴുവൻ കൂടി ചുറ്റി ചെന്ന് പറഞ്ഞു ലീഗിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ അതിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിന് വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ലീഗിന് വോട്ട് ചെയ്തു പോയാൽ ഔദുൽ കൗസറിന്റെ തലയിലാണ് ഞാൻ തരൂല. എന്താണ് മട്ടം? എന്താണ് ഇതിന്റെ മട്ടം? ഇതാണ് ഇതിന്റെ മട്ടം. എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിന് 5 അത്ഭുതങ്ങൾ എന്നാണ് ചരിത്രം പറയുന്നത്. ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കട്ടുപ്പാറ പോയിട്ട് ചോദിച്ചു. ഇതിന് കാന്തപുരത്തിനോട് തുല്യനായൊരു പണ്ഡിതനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? നിങ്ങൾ ഈക്കന്റെ മദ്ഹ് പറയുന്നത് നിങ്ങൾ പറയണം. EK പറഞ്ഞത് എന്താണ്? എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി പറയുമ്പോൾ EK നവ്വറല്ലാഹു മർഖദഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ, കീഴനാ മറ്റത് മറിച്ചതെന്നൊക്കെ പറയാം. നിങ്ങൾ ആ മുഖമൂടി ഇവിടെ വലിച്ചു കീറുകയാണ്. പറയും നിങ്ങളടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ EK പുറത്താക്കിയിട്ടുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? പറയും. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് EK എന്നിങ്ങനെ ശംസുല്ലമാൻ ഇങ്ങനെ പറയേ? ആ മുഖമൂടിയായി വലിച്ചു കീറുന്നത്. പിന്നെ മൂപ്പര് കട്ടുപ്പാറൊക്കെ ഓടിയിരിക്കുക. നിങ്ങൾ നാട് നന്നാക്കതായി. നാട്ടിലുള്ള ജുമാ ബാത്തിലാണ്, കുളത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കട്ടുപ്പാറക്ക് ഓടുക. നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത്? പുത്തമ്പള്ളിയിലെ ജുമാ ബാത്തിലാണ് എന്നല്ലേ നിങ്ങൾ ഇവിടെ പറഞ്ഞത്? ഇവിടെ നാദാപുരത്തുള്ള പുത്തമ്പള്ളി അല്ല, പെരുമ്പടപ്പ് പുത്തമ്പള്ളി അല്ല.